ഇന്നത്തെ വിഷയം എഴുത്തുകാരുടെ ഗാന്ധി എന്നുള്ളതാണ്. ഇത് രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത്തത് ഗാന്ധിയെ ഗാന്ധിജി ആക്കിയ എഴുത്തുകാർ, രണ്ടാമത്തത് എഴുത്തുകാരുടെ ഗാന്ധി. ഗാന്ധിക്ക് ശേഷമോ ഗാന്ധി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എഴുത്തുകാർ അദ്ദേഹത്തെ എങ്ങനെ കണ്ടു എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇതൊരു വലിയ പ്രസ്താവനയാണ്. വാസ്തവത്തിൽ ഗാന്ധിയുടെ വ്യക്തിത്വ രൂപീകരണം ഒരു പറ്റം എഴുത്തുകാരുടെ നിർമ്മിതിയാണെന്ന് പറയാം. ഇതൊരു ഇത്ര ധൈര്യത്തോടെ എനിക്ക് പറയാൻ സാധിക്കുന്നത് ഈ കാര്യം പല ഭാഗങ്ങളിലായിട്ട് പല അവസരങ്ങളിലായിട്ട് ഗാന്ധിജി തന്നെ ഏറ്റുപറഞ്ഞിട്ടുള്ളതാണ്, സ്വീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പരമ്പരാഗതമായി ഗാന്ധിജി കുട്ടിക്കാലത്ത് സ്വീകരിച്ച വിശ്വാസങ്ങൾ, ഈ വിശ്വാസങ്ങൾക്ക് മേലടരുകളായി പലതരത്തിൽ ഉള്ള എഴുത്തുകാരുടെ സ്വാധീനം. ഇതിൽ മിക്കവാറും എഴുത്തുകാർ, ഗാന്ധിജിയെ സ്വാധീനിച്ച മിക്കവാറും എഴുത്തുകാർ എല്ലാവരും പാശ്ചാത്യരായിരുന്നു. അപ്പോൾ ഗാന്ധിയുടെ ജന്മനാ ലഭിച്ച വേരുകൾ എന്താണെന്ന് നോക്കാം. അദ്ദേഹം 1869 പോർബന്ദറിൽ കരംചന്ദ് ഉത്തംചന്ദ് ഗാന്ധിയുടെ നാലാമത്തെ ഭാര്യ പുത്ലിബായി, ഈ നാലാമത്തെ ഭാര്യ എന്ന് പറഞ്ഞാൽ 4 വിവാഹം കഴിച്ചു എന്നുള്ളതല്ല. ആദ്യത്തെ 2 ഭാര്യമാർ മരിച്ചു പോവുകയും മൂന്നാമത്തെ ഭാര്യയുടെ സമ്മതത്തോടു കൂടി സന്താനത്തിൻ്റെ ദൃഷ്ടിയിൽ അദ്ദേഹം പുത്ലിബായിയെ വിവാഹം ചെയ്തു. 4ാമത്തെ കുട്ടി 3ാമത്തെ മകനായി ഗാന്ധിജി ജനിച്ചു. അപ്പം അദ്ദേഹം ജനിച്ചു വീഴുന്ന ആ സമുദായത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ അദ്ദേഹം അതേപോലെ സ്വീകരിച്ചു. അതിലൊന്നാണ് സസ്യഭുക്കാകുക. അതിലും പ്രധാനമാണ് ഇവർ ഹിന്ദുക്കളുടെ ഇടയിൽ ഇത് പ്രണാമി വൈഷ്ണവ എന്നൊരു അവാന്തര വിഭാഗത്തെ വിശ്വസിച്ചിരുന്ന ആളാണ്. ഈ അവാന്തര വിഭാഗത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഇത് സ്ഥാപിച്ചത് നേപ്പാളിൽ ഒരു മഹാമതി പ്രാൺനാഥ് എന്നൊരു സന്യാസിയായിരുന്നു. ഇതിൻ്റെ മൂലപ്രമാണം, ഈ വിശ്വാസത്തിൽ ഉറച്ചു ജീവിക്കുന്നവരും മൂലപ്രമാണം സർവമത സാഹോദര്യമാണ്. പിന്നീട് ഗാന്ധിജിയിൽ കണ്ട ഗാന്ധിജി നിലനിന്ന സഹിഷ്ണുതയുടെ അടിവേരുകൾ അമ്മയുടെ ഈ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് കാണാം. ഇപ്പം ഗാന്ധിജി ആത്മകഥയിൽ അമ്മയുടെ വിശ്വാസത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: ഖുറാനിൽ നിന്നും ഗീതയിൽ നിന്നുമുള്ള എല്ലാ നന്മകളും സ്വീകരിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ പ്രണാമി. ഇതിനോടൊപ്പം തന്നെ ഗുജറാത്തിൽ ശക്തമായ വേരുള്ള ജൈനമതത്തിൻ്റെയും വൈഷ്ണവമതത്തിൻ്റെയും സ്വാധീനം കുട്ടിക്കാലത്ത് ഗാന്ധിജിയിലുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈ വൈഷ്ണവ വിഭാഗത്തിൻ്റെ ഏറ്റവും ഇഷ്ടദൈവം ശ്രീകൃഷ്ണനാണ്. ഇപ്പം മലയാളികൾ ശ്രീകൃഷ്ണനെ സങ്കല്പിക്കുന്ന ഒരു പക്ഷേ ഗുരുവായൂരിലെ ഉണ്ണികൃഷ്ണൻ ഒക്കെയായിരുന്നു. എന്നാൽ ഈ പ്രത്യേക വിഭാഗത്തിലും ഗുജറാത്തിൽ മിക്ക സ്ഥലത്തും ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നത് രൺഛോദ് കൃഷ്ണ എന്ന പേരിലാണ്. രൺഛോദ് എന്ന് പറഞ്ഞാൽ രണം വിട്ട. മഹാഭാരത യുദ്ധത്തിൽ
ആയുധം കൈകൊണ്ട് തൊടില്ല എന്ന് നിരായുധനായി യുദ്ധത്തിൽ അർജുനൻ്റെ തേര് മാത്രമേ നയിക്കുകയുള്ളൂ എന്ന് ശപഥം ചെയ്ത കൃഷ്ണനായിരുന്നു ഗുജറാത്തികളുടെ ഇഷ്ടദൈവം. ഇതിൽ നിന്ന് തന്നെ ഒരു വളരെ ബാല്യകാലത്ത് തന്നെ അഹിംസയുടെയും സമാധാനത്തിൻ്റെയുമായ അടിവേരുകൾ, വിശ്വാസ പ്രമാണം ജന്മനാ സിദ്ധിച്ച കാര്യങ്ങളായിട്ട് ഗാന്ധിജിക്ക് ലഭിച്ചിരുന്നു. ഇതിന് ആശയശാസ്ത്രപരമായിട്ട് അടിത്തറകൾ വളരെ കുറവായിരുന്നു. കണ്ണുമടച്ച് വിശ്വസിക്കുക എന്നുള്ളത് മാത്രമുള്ളായിരുന്നു. ഈ കൂട്ടത്തിൽ തന്നെ ചേർക്കാവുന്നതാണ് ജൈനമതത്തിൻ്റെ സ്വാധീനം കൊണ്ട് തന്നെ ഗുജറാത്തിലെ ഹിന്ദുക്കളുടെ ഇടയിലുണ്ടായിരുന്ന സസ്യഭോജനം, വെജിറ്റേറിയനിസം, ഇതും ഗാന്ധിജി സ്വീകരിച്ചിരുന്നു. ആദ്യമായിട്ട് ഗാന്ധിജി ഒരുപക്ഷെ കണ്ടുമുട്ടുന്ന എഴുത്തുകാരൻ ഹെൻറി സോൾട്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം എഴുത്തുകാരനായിരുന്നു. പക്ഷെ അതിനെല്ലാം ഉപരിയായിട്ട് ലോകത്തിൽ ആദ്യമായിട്ട് ജന്തുക്കളോട് കരുണ കാണിക്കണം, ആനിമൽ റൈറ്റ്സിൻ്റെ പിതാവ് എന്നറിയുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു ഹെൻറി സോൾട്ട്. അപ്പോൾ ഹെൻറി സോൾട്ടിന് ഗാന്ധിജിക്ക് ലണ്ടനിൽ പോയപ്പോൾ ഭക്ഷണം അല്പം മാംസാഹാരത്തോട് ഒന്ന് അടുത്താലോ എന്നുള്ള വിചാരമുണ്ടായി. മാംസാഹാരം 1-2 തവണ കഴിച്ചു. ശുദ്ധ പാവമാണെന്നും മാതാപിതാക്കളോട് ചെയ്യുന്ന തെറ്റാണെന്നും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇതെല്ലാം കഴിച്ച് അവസാനം സ്വയം മഥനം, ഗാന്ധിജിയുടെ ശൈലി തന്നെ അതായിരുന്നു. എല്ലാം ചിന്തിച്ച് സ്വയം ഉള്ളിലിട്ട് ഒരു മഥനം നടത്തിയതിന് ശേഷം അദ്ദേഹം വെജിറ്റേറിയനിസം തുടങ്ങാം, അതിലേക്ക് എന്നെന്നും പിടിച്ചു നിൽക്കാമെന്ന് കരുതിയപ്പോഴാണ് ലണ്ടനിലുണ്ടായിരുന്ന 1-2 വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിൽ ചെന്നപ്പോഴാണ് എ പ്ലീ ടു വെജിറ്റേറിയനിസം എന്ന പുസ്തകം, ഹെൻറി സോൾട്ടിൻ്റെ പുസ്തകം ഗാന്ധിജി കാണുന്നത്. അപ്പോൾ വെജിറ്റേറിയനിസത്തിൻ്റെ ആശയപരമായ അടിത്തറ അഹിംസയാണെന്നും ജീവകാരുണ്യമാണെന്നും ഹെൻറി സോൾട്ടിൽ നിന്ന് ഗാന്ധിജി പിന്നീട് കണ്ടുമുട്ടിയപ്പോൾ പഠിച്ചു. അങ്ങനെ ജന്മനാ ലഭിച്ച ഒരു സ്വഭാവം പോലെ ലഭിച്ച സസ്യഭുക്കായന് ഒരു ആശയപരമായ അടിത്തറ, തൻ്റെ സ്വന്തം തീരുമാനമാണ്, ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വെജിറ്റേറിയനിസം എന്ന് ഗാന്ധിജി കണ്ടെത്തുന്നത് ഹെൻറി സോൾട്ടിലൂടെയാണ്. ഹെൻറി സോൾട്ട് ചെയ്ത മറ്റൊരു വലിയ കാര്യം, ഇത് ഗാന്ധിയുടെ ആശയങ്ങളുടെ അതിൻ്റെ അടുത്ത പടിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. അദ്ദേഹം ഹെൻറി ഡേവിഡ് തോറോയുടെ പുസ്തകങ്ങളുമായി പുസ്തകങ്ങളുമായല്ല, അവരുടെ വിചാരങ്ങളുമായി ഗാന്ധിജിയെ പരിചയപ്പെടുത്തി. തോറോ 2 പുസ്തകമാണ് എഴുതിയിട്ടുള്ളത്. ഒന്ന് വാൾഡൻ എന്ന് പറഞ്ഞ ഒരു തടാകത്തിൻ്റെ തീരത്ത് തികച്ചും ലളിതമായിട്ടും സെൽഫ് സഫിഷ്യൻ്റായിട്ടും സ്വയം ആരെയും ആശ്രയിക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ, ഇതാണ് വാൾഡൻ ലേക്ക്. പിന്നെ അടുത്തത് അദ്ദേഹത്തിൻ്റെ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന പ്രഖ്യാപനമാണ്, നാഗരിക നിസ്സഹകരണം. തോറോ എഴുതിയ ഈ വാചകം ഗാന്ധിജിയെ വളരെയധികം ആകർഷിച്ചു. ജനങ്ങൾക്ക് അനീതി ചെയ്യുന്ന സർക്കാരുകൾക്കെതിരായി നിസ്സഹകരിക്കാം. ഇത് ഗാന്ധിജിക്ക് ആശയപരമായി ഉള്ളിൽ, അന്ന് ചെറുപ്പക്കാരനായിരുന്നു എന്നും കൂടി ഓർക്കണം, ഉള്ളിൽ മറ്റൊരു ബോധോദയത്തിന് വഴിവെച്ചു. പക്ഷേ 1906 സൗത്ത് ആഫ്രിക്കയിൽ പോകുമ്പോഴാണ്
ഗാന്ധിജി ആദ്യമായിട്ട് വാൾഡൻ വായിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് തോറോയിൻ്റെ ലേഖനങ്ങൾ വായിക്കുകയും അതിൽ ആകൃഷ്ടനാവുകയും ചെയ്തു. പിന്നീട് ഗാന്ധിജി ബെബ് മില്ലർ എന്ന് പറഞ്ഞിട്ട് വളരെ പ്രസിദ്ധനായിട്ടുള്ള അമേരിക്കൻ റിപ്പോർട്ടറിനോട് ഇങ്ങനെ പറഞ്ഞു, തോറോയിൻ്റെ ആശയങ്ങൾ എന്നെ അഗാധമായി സ്വാധീനിച്ചിട്ടുണ്ട്. അവയിൽ പലതും ഞാൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനായി സ്വീകരിച്ചു. എന്തിനേറെ ഈ സമരത്തിൻ്റെ പേര് പോലും, നിസ്സഹകരണ സമരം എന്നുള്ള പേര് പോലും ഞാൻ തോറോയിൽ നിന്ന് കടമെടുത്തതാണ്. ഈ ഇടയ്ക്കാണ് ഗാന്ധിജി സാഹിത്യത്തിലേക്ക് ഒരുപക്ഷെ പോയിട്ടുണ്ടാകും, ടോൾസ്റ്റോയുടെ സാഹിത്യകൃതികളുമായിട്ട് അടുക്കുന്നത്. അപ്പോൾ ഗാന്ധി ടോൾസ്റ്റോയി കണ്ടുമുട്ടൽ ഒരിക്കലും നടന്നിട്ടില്ല. പക്ഷേ ഗാന്ധിജി ടോൾസ്റ്റോയുടെ ഈ കൃതികൾ വായിക്കുകയും ടോൾസ്റ്റോയ് മുന്നോട്ട് വച്ച അഹിംസ, ലളിത ജീവിതം, മോറൽ ഇൻറ്റഗ്രിറ്റി, ധാർമ്മികമായ സമഗ്രത, ഇതെല്ലാം അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശക്തമായ കണ്ണികളായിരുന്നു. ടോൾസ്റ്റോയുടെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു, ദൈവത്തിൻ്റെ രാജ്യം നിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന ഗ്രന്ഥം ഗാന്ധിജി പലതവണ വായിച്ചു. ക്രിസ്തീയ ആശയങ്ങളിൽ അധിഷ്ഠിതമായ ടോൾസ്റ്റോയുടെ അരാജകത്വം, ക്രിസ്ത്യൻ അനാർക്കി ഗാന്ധിജിയെ വല്ലാതെ ആകർഷിച്ചു. തിന്മയ്ക്കെതിരായിട്ടുള്ള നിരായുധ പോരാട്ടമായിരുന്നു ടോൾസ്റ്റോയ് മുന്നോട്ട് വച്ച മറ്റൊരു ആശയം. ഇതിൽ നിന്നാണ് സത്യാഗ്രഹം, സത്യത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പിൻ്റെ ശക്തി എന്ന ആശയത്തിലേക്ക് ഗാന്ധിജി പതുക്കെ അടുക്കുന്നത്. സ്നേഹവും അഹിംസയും സാമൂഹിക മാറ്റത്തിൻ്റെ ശക്തമായ ആയുധങ്ങളാണ് എന്ന് ടോൾസ്റ്റോയ് എഴുതുമ്പോൾ ഓർക്കുക, റഷ്യയിൽ നിന്നാണ് എഴുതുന്നത്. ടോൾസ്റ്റോയ് മരിച്ച് 7 വർഷങ്ങൾക്ക് ശേഷം അവിടെ രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു വിപ്ലവം നടക്കാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ അലയടികൾ ഒരുപക്ഷെ ടോൾസ്റ്റോയ്ക്ക് അനുഭവപ്പെട്ടുണ്ടാകും. അതുകൊണ്ടാണ് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞത് സ്നേഹവും അഹിംസയും സാമൂഹ്യ മാറ്റത്തിനുള്ള ശക്തമായ പണിയായുധങ്ങളാണ്. ഇതിനു പുറമെ വ്യവസായ വിപ്ലവത്തിനും ഭരണകൂടത്തിൻ്റെ ശ്വാസം മുട്ടിക്കുന്ന ഘടനയ്ക്കും മെറ്റീരിയലിസം, ലൗകിക സമ്പത്തിനോടുള്ള അഭിവാഞ്ചയ്ക്കും എതിരായ ടോൾസ്റ്റോയുടെ നിലപാട് ഗാന്ധിജിയുടെ പിന്നീട് വന്ന സാമ്പത്തിക ശാസ്ത്രം, സാമ്പത്തിക പ്രത്യയങ്ങൾക്ക് അടിത്തറയിട്ടു. വികേന്ദ്രീകൃതമായ ഭരണത്തിനു വേണ്ടി ആദ്യമായി ഗാന്ധിജി സ്വീകരിച്ച, ഗാന്ധിയിലെത്തിയ ആശയങ്ങൾ ടോൾസ്റ്റോയുടെയാണ്. ഇതിൻ്റെ ഒരു അന്തിമ രൂപമായിട്ട് നമുക്ക് അദ്ദേഹം മുന്നോട്ട് വച്ച ഗ്രാമസ്വരാജ് എന്ന സങ്കല്പത്തെ കാണാം. 1909 ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ടോൾസ്റ്റോയ്ക്കൊരു എഴുത്തെഴുതുന്നു. ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് എങ്ങനെ ഇന്ത്യക്ക് മോചനം പ്രാപിക്കാം. ടോൾസ്റ്റോയുടെ മറുപടി 1910 വന്നത്. ആ മറുപടി ലോകമെമ്പാടും പ്രസിദ്ധീകരിക്കപ്പെട്ടു. എ ലെറ്റർ ടു എ ഹിന്ദു, ഒരു ഹിന്ദുവിനുള്ള മറുപടി എന്ന പേരിലാണ് ടോൾസ്റ്റോയ് ഗാന്ധിജിക്ക് അയച്ച മറുപടി. അതിൽ ടോൾസ്റ്റോയ് പറയുന്ന കാര്യം ഇതാണ്: അക്രമരഹിതമായ നിരായുധമായ
ചെറുത്തുനിൽപ്പ് മാത്രമാണ് അതിനുള്ള മാർഗം. 1909 ഗാന്ധിജി ടോൾസ്റ്റോയ്ക്ക് കത്തെഴുതുന്നത്. 1910 അതിൻ്റെ മറുപടി വരുന്നു. 1910 ടോൾസ്റ്റോയ് അന്തരിക്കുന്നു. അതേ വർഷം ഗാന്ധിജി സാമൂഹ്യ ജീവിതത്തിലും മറ്റുമുള്ള അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളുടെ ഭാഗമായി ചില ഫാമുകൾ സ്ഥാപിക്കുകയുണ്ടായി. 1910 ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ സ്ഥാപിച്ച ഫാമിൻ്റെ പേര് ടോൾസ്റ്റോയ് ഫാം എന്നായിരുന്നു. ടോൾസ്റ്റോയുടെ ഒപ്പം തന്നെ ഗാന്ധിജിയെ ആകർഷിച്ച മറ്റൊരു എഴുത്തുകാരനായിരുന്നു ജോൺ റസ്കിൻ. ജോൺ റസ്കിൻ എഴുത്തുകാരൻ മാത്രമല്ല, വലിയ കലാനിരൂപകനായിരുന്നു, കലാകാരനായിരുന്നു, സാമൂഹ്യ വിമർശകനായിരുന്നു. അപ്പോൾ റസ്കിൻ്റെ അൺഡു ദിസ് ലാസ്റ്റ്, ഈ അന്ത്യത്തിലേക്ക് എന്ന പുസ്തകം ഗാന്ധിജിയെ വല്ലാതെ ആകർഷിച്ചു. അതിൽ തൊഴിലിൻ്റെ മഹത്വം, ഇത് ഗാന്ധിജിയിൽ സ്വാശ്രയബോധവും തൊഴിലിൻ്റെ അഭിമാനവും സ്വയം പര്യാപ്തതയും എല്ലാം നൽകണമെന്നുള്ള, എല്ലാ വ്യക്തിക്കും നൽകണമെന്നുള്ള ആഗ്രഹം ജനിപ്പിച്ചു. ഒരു പക്ഷേ അതിൻ്റെ പരിസമാപ്തിയായിരിക്കും ചർക്ക എന്ന നൂൽപ്പ് യന്ത്രവും ഒരു പ്രതീകവും കൂടിയായ വസ്തുവിലേക്ക് ഗാന്ധിയെ എത്തിക്കുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് ഗാന്ധിജിയുടെ ചിന്താഗതിയിലേക്ക് സമൂഹനീതി കടന്നു വരുന്നത്. സമൂഹത്തിൽ ഉന്നതന്മാരും താഴ്ന്നവരും തമ്മിലുള്ള അകൽച്ച വലിയൊരു പ്രശ്നമായി തന്നെയാണ് റസ്കിൻ അവതരിപ്പിച്ചതെന്ന്. അപ്പോൾ സ്വത്ത് കൂടുതൽ കൈവശം വയ്ക്കാൻ പാടില്ല, അത് എല്ലാവർക്കും ഉപലബ്ധമാക്കണം. പിന്നീട് ഗാന്ധിയുടെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ മറ്റൊരു ആണിക്കല്ലായിരുന്ന ട്രസ്റ്റിഷിപ്പ് എന്ന ആശയവും ഒരുപക്ഷെ റസ്കിൽ നിന്നായിരിക്കും ലഭിച്ചിരിക്കുക. 1908 ഗാന്ധിജി അൺഡു ദി ലാസ്റ്റ് ഗുജറാത്തിയിലേക്ക് തർജ്ജമ ചെയ്തു. ഈ തർജ്ജമയ്ക്ക് അദ്ദേഹം നൽകിയ പേര് സർവോദയ എന്നുള്ളതാണ്, എല്ലാവരുടെയും ക്ഷേമം. ഈ സർവോദയയിൽ ഇത് റസ്കിൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 1908 ഗാന്ധിജി ആദ്യത്തെ ഫാം സ്ഥാപിക്കുന്നത്. അതിൻ്റെ പേര് ഫിനിക്സ് ഫാം എന്നായിരുന്നു. ഇത് പിന്നെ 1910 സ്ഥാപിക്കുന്ന ഫാമാണ് ടോൾസ്റ്റോയ് ഫാം. ധാർമ്മികതയിൽ ഊന്നിയുള്ള സാമ്പത്തിക ശാസ്ത്രം, വ്യവസായോൽക്കരണത്തിനെതിരായിട്ടുള്ള വിമർശനം, എല്ലാവർക്കുമുള്ള ക്ഷേമം അല്ലെങ്കിൽ സർവോദയം, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിവേരുകൾ ടോൾസ്റ്റോയിലും റസ്കിനിലും കാണാം. ഇതോടൊപ്പം തന്നെ ഗാന്ധിജിയുടെ ഇന്ത്യൻ ആത്മീയ പാരമ്പര്യം, ഇതും ഒരു പക്ഷേ ലഭിച്ചത് പടിഞ്ഞാറിൽ നിന്നായിരിക്കും. എല്ലാ ഹിന്ദുക്കളെ പോലെ ഗാന്ധിജിയും തൻ്റെ കുട്ടിക്കാലത്ത് ഭഗവത്ഗീത ഒരു പുണ്യഗ്രന്ഥമായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. എന്നാൽ 1888 തൊട്ട് 1891 വരെ ഇംഗ്ലണ്ടിൽ താമസിക്കുമ്പോഴാണ് ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പ്രശസ്ത ഇംഗ്ലീഷ് കവിയായ എഡ്വിൻ ആർണോൾഡ് എഴുതിയ സോങ് സെലസ്റ്റിയൽ, സ്വർഗീയ ഗീതം എന്ന് വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം, വായിക്കുന്നത്. ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യത്തിലേക്ക് തുറന്നിട്ട വാതിലായിട്ടാണ് അദ്ദേഹം സോങ് സെലസ്റ്റിയലിനെ കണ്ടത്. പ്രത്യേകിച്ച്
ഈ കൊളോണിയൽ ആഖ്യാനങ്ങൾ ഇംഗ്ലണ്ടിലും യൂറോപ്പിലും മറ്റും ഇത് പ്രൊജക്റ്റ് ചെയ്തിരുന്ന ഇന്ത്യ ഒരു വളരെ പിന്നാക്കവും തത്വശാസ്ത്രപരമായി പാപ്പരുമായ ഒരു രാജ്യമായിരുന്നു എന്നുള്ള ഇതും കൂടി കണക്കെടുക്കുമ്പോൾ ഒരുപക്ഷെ ഈ എഡ്വിൻ ആർണോൾഡ് മുന്നോട്ട് വച്ച സോങ് സെലസ്റ്റിയൽ ഗാന്ധിജിക്ക് വളരെ ആശ്വാസമായിട്ട് തന്നെ തോന്നിയിരിക്കും. പിന്നീട് ഗാന്ധിജി ഗുജറാത്തിയിലേക്ക് ഇത് തർജ്ജമ ചെയ്തു. ഈ ഗുജറാത്തി തർജ്ജമയെ ഗാന്ധിജി പിന്നീട് വിവരിച്ചിട്ടുള്ളത് എൻ്റെ സ്പിരിച്വൽ ഡിക്ഷണറി എന്നാണ്, എൻ്റെ ആത്മീയ നിഘണ്ടു എന്നാണ്. അപ്പം ഭഗവത്ഗീതയിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ച ആശയങ്ങൾ ഇവയാണ്: നിഷ്കാമനായി കർമ്മം ചെയ്യുക, ധർമ്മം അനുഷ്ഠിക്കുക. ഇത് രണ്ടുമാണ് ഭഗവത്ഗീതയുടെ സ്തംഭങ്ങളായി ഗാന്ധിജി കാണുകയും ഇതിനൊരുമിച്ച് അദ്ദേഹം കർമ്മയോഗം എന്ന് പേരിടുകയും അദ്ദേഹം ഒരിക്കലും സ്വയം വിളിച്ചിട്ടില്ല, പക്ഷെ സ്വയം അദ്ദേഹത്തിൻ്റെ സെൽഫ് ഇമേജ് ഒരു പക്ഷേ ഒരു കർമ്മയോഗിയുടേതായിരിക്കാം. എഡ്വിൻ ആർണോൾഡിൻ്റെ മറ്റൊരു കൃതിയായ ദി ലൈറ്റ് ഓഫ് ഏഷ്യ, ഇത് ബുദ്ധൻ്റെ ജീവിതം വളരെ കാവ്യാത്മകമായ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇതിൽ നിന്നാണ് വീണ്ടും അഹിംസയിലേക്കും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തികച്ചും അഹിംസാപരമായിട്ട് ആശയങ്ങൾ എങ്ങനെ ബുദ്ധൻ പ്രചരിപ്പിച്ചോ ഒരു സീരീസ് ഓഫ് സ്പീച്ചസ് കൂടിയാണ് ബുദ്ധമതം വളർന്നത്. ഈ പ്രഭാഷണം കൂടി ജനമനസ്സിലെത്താമെന്നുള്ള ആശയം ഒരുപക്ഷെ ഗാന്ധിജിക്ക് അവിടെ നിന്നായിരിക്കും ലഭിക്കുക. ഭാരതീയ പാരമ്പര്യമായിട്ട് ഗാന്ധിജിയെ ഒരുപക്ഷെ ഭാരതീയ ആത്മീയ പാരമ്പര്യമായിട്ട് ഗാന്ധിജിയെ ഒരുപക്ഷെ ഘടിപ്പിച്ചത് എഡ്വിൻ ആർണോൾഡായിരിക്കും. ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ടൈംലെസ് വിസ്ഡം ഓഫ് ഗീത അദ്ദേഹത്തിന് പകർന്നു കിട്ടിയത് എഡ്വിൻ ആർണോൾഡിൽ നിന്നാണ്. ഇത് സാഹിത്യത്തിൻ്റെയും അതിനുപരിയായിട്ട് തർജ്ജമയുടെയും, ഭഗവത്ഗീത സംസ്കൃതത്തിലാണ്, അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ട് അതുകൂടിയാണ് ഗാന്ധിജി അതിൻ്റെ സാരം കണ്ടെത്തുന്നത്. പണ്ടൊരു പുണ്യഗ്രന്ഥമായിട്ട് കണ്ടിരുന്ന ഗ്രന്ഥത്തിൻ്റെ സാരം, അതിൻ്റെ അന്തസത്ത കണ്ടെത്തുന്ന ഒരു തർജ്ജമയെ കൂടെ. തർജ്ജമയുടെയും ശക്തിയാണ് സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങൾക്ക് അവ വഴിവയ്ക്കുമെന്നുള്ളത്. അപ്പോൾ അഗാധ പണ്ഡിതനായിരുന്ന രാജ്ചന്ദ്ര ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് ശാന്തമായിട്ട് മറുപടി നൽകി. ഗാന്ധിജി അദ്ദേഹത്തെ ആത്മീയ ഗുരുവായിട്ട് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ഇവിടെയും വരുന്നുണ്ട്. സർവമത സഹോദരർ റായ്ചന്ദ്ജിയും എല്ലാ മതങ്ങളും ഒരേ ലക്ഷ്യത്തിലുള്ളതാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഗാന്ധിജിയിൽ ഒരുപക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ആശയപരമായ സ്ഥൈര്യം സർവമത സാഹോദര്യത്തിന് വേണ്ടിയുള്ള നിലനിൽക്കലും അതിനുവേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചതുമാണ്. ഒരുപക്ഷെ അത് വീണ്ടും ഈ പ്രണാമി വൈഷ്ണവ വിഭാഗത്തിലുള്ള കുട്ടിക്കാലത്തിന് ശേഷം വീണ്ടും അദ്ദേഹത്തിൽ അടിയിട്ടുറപ്പിച്ചത് റായ്ചന്ദ്ജി ആയിരിക്കും, ഗാന്ധിജിയെ. അപ്പോൾ ധർമ്മസങ്കടങ്ങളുടെ കാലത്ത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിക്ക് വല്ലാത്ത ധർമ്മസങ്കടങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പോഴെല്ലാം അദ്ദേഹം റായ്ചന്ദ്ജിക്ക് അയക്കുമായിരുന്നു. റായ്ചന്ദ്ജിയുടെ ഉപദേശങ്ങൾ ലഭിക്കുമ്പോൾ ഗാന്ധിജി ശാന്തമായിരുന്നു. അപ്പോൾ ഗാന്ധിജി റായ്ചന്ദ്ജിയെ പറ്റി ആത്മകഥയിൽ പറയുന്ന ഒരു കാര്യം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ധർമ്മസങ്കടങ്ങളുടെ സമയത്തെ അഭയസ്ഥാനം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇന്ത്യൻ സ്വാധീനം ഗാന്ധിജിയിൽ ടാഗോറിൻ്റെ ആയിരുന്നു. ഒരു ഗുജറാത്തി ബാരിസ്റ്റർ എങ്ങനെ ഒരു ബംഗാളി കവിയുമായിട്ട് കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ്. ഇത് കണ്ടുമുട്ടാനുള്ള കാരണം ഇവരുടെ രണ്ടുപേരുടെയും ഇത് പൊതു സുഹൃത്തായിരുന്ന CF ആൻഡ്രൂസ് വഴിക്കാണ്. CF ആൻഡ്രൂസ് ഇവരെ പരിചയപ്പെടുത്തി. മാർച്ച് 6, 1915 ഗാന്ധിജി ആദ്യമായിട്ട് ശാന്തിനികേതനിൽ പോന്നു. ഈ യാത്രയിൽ നിന്ന് തുടങ്ങുന്നതാണ് ഗാന്ധിജിയും ടാഗോറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ തുടക്കം. ഇവർ തമ്മിൽ പരസ്പരം പല കാര്യത്തിലും തർക്കിച്ചിരുന്നു. അപ്പോൾ ഗാന്ധിജി ശാന്തിനികേതനിൽ പോയപ്പോൾ അത് ഗാന്ധിജിയെ ഒട്ടും ഇമ്പ്രസ് ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം, അവിടുത്തെ വിദ്യാർത്ഥികൾ എല്ലാം വിദ്യ അഭ്യസിക്കുന്നു. ഒരു വലിയ പറ്റം വേലക്കാർ, തൂപ്പുകാർ, പാത്രം കഴുകുന്നവർ ഇവരെല്ലാം ഇവരെ സഹായിച്ചുകൊണ്ട് അവിടെ ഈ കുട്ടികൾക്ക് പരമ സൗഖ്യവും യാതൊരു രീതിയിലുള്ള സ്വാശ്രയത്തിനുള്ള പരിശീലനവും നൽകാതെ അവിടെ ഉണ്ടായിരുന്നു. ഗാന്ധിജി ഇത് ശരിയല്ല എന്ന് പറയുകയും ഇതാരോ ടാഗോറിനെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ടാഗോർ ആ നിമിഷം ഇത് പറഞ്ഞ ബംഗാളിയാണ്, സബ് കജേ ഹദ് ലഗായി മോര, ഇതെല്ലാം നിർത്തലാക്കണമെന്ന്. എന്നിട്ട് കുട്ടികൾ സ്വാശ്രയരായിട്ട് ഈ വൃത്തിയാക്കലും മറ്റും ചെയ്യാൻ തുടങ്ങി. ഇതാണ് ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസ് ടാഗോറിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത്. പിന്നെ 1920 സ്വാതന്ത്ര്യ സമരം തുടങ്ങി. സ്വാതന്ത്ര്യ സമരത്തിലുള്ള ഒരു പ്രധാന കാര്യം സ്കൂളുകൾ ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ളതാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുക എന്നുള്ളതാണ്. ശാന്തിനികേതനിലെ വിദ്യാർത്ഥികൾ ടാഗോറിൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചു. ടാഗോർ സമ്മതിച്ചില്ല. എന്നിട്ട് ടാഗോർ എഴുതുന്നുണ്ട്, ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് വിദ്യാർത്ഥികൾ വളരെ പ്രക്ഷുബ്ധരായിരുന്നു. അവർ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ദേശസ്നേഹമില്ല എന്ന്. പക്ഷേ അനാർക്കി ഓഫ് എംപ്റ്റിനെസ് നെവർ ടെംപ്റ്റിനെസ്, ശൂന്യതയുടെ അരാജകത്വം എന്നെ ആകർഷിക്കുന്നില്ല. ഗാന്ധിജിയുടെ സ്കൂൾ ബോയ്ക്കോട്ടിങ്ങിന് എതിരായിരുന്നു. ഇത് ടാഗോർ ഗാന്ധിജിയോട് തുറന്നടിച്ച് പറയുകയും ചെയ്തു. ഇങ്ങനെ പരസ്പരം തർക്കിച്ചുകൊണ്ടാണെങ്കിൽ അഗാധമായ ബന്ധമായിരുന്നു ഇവർ തമ്മിൽ. മെയ് 20, 1932 ഗാന്ധിജി യർവാഡ ജയിലിൽ തൻ്റെ സുപ്രസിദ്ധമായിട്ടുള്ള ജീവിതം തന്നെ നഷ്ടപ്പെടാവുന്ന നിരാഹാര സത്യാഗ്രഹം തുടങ്ങുന്നത്. അതിന് കാരണം ബ്രിട്ടീഷുകാർ പിന്നോക്ക ഹിന്ദുക്കൾക്ക് വേറൊരു നിയോജക മണ്ഡലം സൃഷ്ടിക്കും എന്നുള്ളത് ഗാന്ധിജിക്ക് ഒരുപക്ഷെ മറ്റൊരു വിഭജനത്തിൻ്റെ തന്ത്രമായിട്ട് ഗാന്ധിജി കാണുകയും അതിനെതിരായിട്ട് നിരാഹാരം കടക്കുകയും ചെയ്തു. നിരാഹാരം കടന്നപ്പോൾ ടാഗോർ ഒരു നീണ്ട ടെലിഗ്രാം അയച്ചു. ഈ ടെലിഗ്രാമിൽ ടാഗോർ ഗാന്ധിജിയെ പൂർണ്ണമായി പിന്താങ്ങി. ഈ ടെലിഗ്രാം അയക്കുന്നതിന് മുമ്പ് സത്യാഗ്രഹത്തിന് ഇരിക്കാനുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് ഗാന്ധിജി ജയിലർക്ക് തൻ്റെ ടാഗോറിന് അയക്കാനുള്ള ടെലിഗ്രാം കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ മറുപടി കിട്ടുന്നത്. അപ്പോൾ PS ആയിട്ട് ഗാന്ധിജി എഴുതുന്നുണ്ട്, എനിക്ക് സമാധാനമായി, അങ്ങ് എന്നോട് സത്യമായിട്ട് എൻ്റെ മുഖത്ത് നോക്കി സത്യം പറയുന്ന, തുറന്നടിച്ചു പോലെ സത്യം പറയുന്ന അങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങയുടെ ആശിസ്സുകൾ ഈ സമരത്തിനുണ്ട് എന്നുള്ളത് എനിക്ക് വലിയ ആശ്വാസം പകരുന്നു. ഗാന്ധിജിയുടെ ആരോഗ്യം ദിനം പ്രതി മോശമായി തുടങ്ങി. ടാഗോറിന് കൽക്കട്ടയിൽ സ്വസ്ഥനായിട്ടിരിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം മെയ് 20, 1992 പൂനെയിലെത്തി ഗാന്ധിജിയെ
കാണാനെത്തി. പക്ഷെ ആ ദിവസം തന്നെയാണ് ബ്രിട്ടീഷുകാർ ഗാന്ധിജിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ഗാന്ധിജി സത്യാഗ്രഹം അവസാനിപ്പിക്കുകയും ചെയ്തത്. പിന്നീട് ഇവർ കാണുന്ന 1936 36 ടാഗോർ വളരെയധികം വൃദ്ധനായി കഴിഞ്ഞിരുന്നു. ശാന്തിനികേതനത്തിൻ്റെ നടത്തിപ്പിനായി പൈസ പിരിക്കാൻ വേണ്ടി ടാഗോർ ഒരു ഡാൻസ് ട്രൂപ്പുമായിട്ട് ഇന്ത്യയിലെ പല നഗരങ്ങളിലേക്കും പോവുകയായിരുന്നു. ആ കൂട്ടത്തിൽ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ടു. ഗാന്ധിജിക്കിത് ഓർക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. ഇത്രയും വയോധികനായൊരു മനുഷ്യൻ, ഒരു മഹാകവി, ഇത്രയും ഇത് ധനം സ്വരൂപിക്കാൻ വേണ്ടി ഇത്രയും പാടുപെടുന്നത് ഗാന്ധിജിക്ക് സഹിക്കാത്ത കാര്യമായിരുന്നു. ഗാന്ധിജി ടാഗോറിനെ തിരിച്ചയച്ചു. എത്ര തുക ആവശ്യമുണ്ടായിരുന്നോ അത് ഗാന്ധിജി എത്തിക്കുകയും ചെയ്തു. അവസാനമായിട്ട് 1941 ടാഗോർ മരിക്കുന്നത്. 1940 ടാഗോറിനെ കാണാൻ ഗാന്ധിജി കസ്തൂർബായുടെ കൂടെ ശാന്തിനികേതനിൽ പോയപ്പോൾ ടാഗോറിൻ്റെ ആവശ്യം തൻ്റെ കാലശേഷം വിശ്വഭാരതി ഗാന്ധിജി ഏറ്റെടുക്കണമെന്നായിരുന്നു. ടാഗോർ അടുത്ത വർഷം മരിച്ചു. അപ്പോൾ 1951 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ തീരുമാനങ്ങളിലൊന്ന് വിശ്വഭാരതി സർക്കാർ എന്നായിരുന്നു. അതിൻ്റെ ചാൻസലർ അന്ന് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പിന്നീട് വന്ന പ്രധാനമന്ത്രിമാർ അതിൻ്റെ ചാൻസലറായി തുടങ്ങി. ഇതാണ് ഗാന്ധിജി എങ്ങനെ എഴുത്തുകാരെ ആയിട്ടുള്ള ഗാന്ധിജിയുടെ കണ്ടുമുട്ടലും ഗാന്ധിജിയുമായിട്ടുള്ള ബന്ധവും ഇവിടെയാണ്. ഗാന്ധിജി ജീവിച്ചിരിക്കുമ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് 2 പേർ എഴുതിയിട്ടുണ്ട്. ഒന്ന് ടാഗോർ തന്നെയാണ്. ടാഗോറിൻ്റെ ഒരു 10-12 നീണ്ട ഉപന്യാസങ്ങളുണ്ട്. ഈ മഹാത്മാ എന്നുള്ള പേര് ടാഗോറിന് നൽകുന്ന ഗാന്ധിയാണ്. ഗുരുദേവ് എന്ന പേര് ടാഗോറിന് നൽകുന്നത് ഗാന്ധിജിയാണ്. തിരിച്ചത് മഹാത്മാ എന്നുള്ള പേര് ഗാന്ധിജിക്ക് നൽകുന്ന ടാഗോറാണ്. ഗുരുദേവ് എന്നുള്ള പേര് ടാഗോറിന് നൽകുന്ന മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ടാഗോറിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിനുശേഷം 1924 1915 നോബൽ പ്രൈസ് ലഭിച്ച പ്രസിദ്ധ ഫ്രഞ്ച് എഴുത്തുകാരനായ റൊമേൻ റൊളാൻഡ് ഗാന്ധിജിയുടെ ആത്മകഥ എഴുതി. 1924 എന്ന് പറഞ്ഞാൽ ഗാന്ധിജി ഇന്ത്യയിലെത്തി പ്രസിദ്ധനായിട്ടില്ല. എന്നാൽ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ അത്രയധികം ആകൃഷ്ടനായിട്ട് ഈ റൊളാൻഡ് ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതി. പിന്നീട് ഈ ജീവചരിത്രത്തിന് മറ്റേ റൊമേൻ റൊളാൻഡ് നൽകിയ ശീർഷകം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മഹാത്മാഗാന്ധി ദ മാൻ ഹു ബിക്കെയിം വൺ വിത്ത് ദ യൂണിവേഴ്സൽ ബീയിങ്. പ്രപഞ്ചജീവിയുമായി താതാത്മ്യം പ്രാപിച്ച ആൾ. റൊമേൻ റോളൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇത് പാശ്ചാത്യ ബുദ്ധിജീവികളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയ കാര്യമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് കിട്ടിയ വലിയൊരു പിന്തുണകൾ ഒന്നായിരുന്നു. മാത്രമല്ല ഇത് മാഗ്ഡലിൻ സ്ലേഡ് എന്ന് പറഞ്ഞ് ഒരു ബ്രിട്ടീഷ് യുവതി റൊളാൻഡിനെ കാണാൻ ചെന്നപ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥം തേടിയ 14 വയസ്സായിരുന്നുള്ളൂ. ജീവിതത്തിൻ്റെ അർത്ഥം തേടിയുള്ള ഈ യുവതിയുടെ പ്രയാണത്തിലൊരിക്കൽ റൊളാൻഡിനെ കണ്ടപ്പോൾ അദ്ദേഹം ഇവരെ ഗാന്ധിജിയെ ചെന്ന് കാണാൻ പറഞ്ഞു. അവരാണ് പിൽക്കാലത്ത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ മീരാബെൻ. ഗാന്ധിജി റൊളാൻഡിന് എഴുതിയ ഒരു എഴുത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ റൊളാൻഡ് വഹിച്ച പങ്കിനെ അദ്ദേഹം പൂർണ്ണത അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ എഴുതിയത്: യു ഹാവ് മെയ്ഡ് ദ വെസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഈസ്റ്റ് better than
എനി അതർ യൂറോപ്യൻ. മറ്റേതൊരു യൂറോപ്പിനേക്കാളും പൗരസ്ത്യ രാജ്യങ്ങളെ, പാശ്ചാത്യ രാജ്യങ്ങളെ മനസ്സിലാക്കി കൊടുത്ത വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് 2 നോബൽ പ്രൈസ് ജേതാക്കൾ, ഒന്ന് ടാഗോർ, മറ്റൊന്ന് റൊമേൻ റോളാൻഡ്, പരിപൂർണമായി പിന്തുണച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഗാന്ധിജി. ഗാന്ധിജി മരിച്ചതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് വളരെയധികം പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് പരാമർശിക്കാൻ ഇവിടെ സമയമുണ്ടായില്ല. 1-2 നോവൽ പറയാം. അതിൽ വളരെ പ്രശസ്തമായതല്ല, പക്ഷേ പ്രാധാന്യമുള്ളത്. അതിൽ 1962 സ്റ്റാൻലി വോൾപോർട്ടിൻ്റെ 9 Hours to രാമ എന്നുള്ള പുസ്തകം വന്നു. ഈ 9 Hours to രാമ എന്നുള്ള പുസ്തകം ഗാന്ധിയുടെ ജീവിതത്തിലെ അവസാനത്തെ 9 മണിക്കൂറുകൾ അതിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ, അതിൻ്റെ POV ഗോഡ്സെയുടെ ആയിരുന്നു. ഗോഡ്സെയുടെ കണ്ണുകളിൽ കൂടി കാണുകയും ഗോഡ്സെ എങ്ങനെ തീവ്രവാദിയായി, ഒരു നേരിയ ഗോഡ്സെയെ ന്യായീകരിക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു എന്ന് അന്നത്തെ ഭരണാധികാരികൾ സംശയിച്ചു. 1962 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 15 വർഷമായിട്ടുള്ളൂ. വലിയ ഹിന്ദു മുസ്ലിം കലാപം നേരിട്ട സമയമാണ്. നെഹ്റു ഈ പുസ്തകം ബാൻ ചെയ്തു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും പാശ്ചാത്യ ലിബറലിസത്തിനും വേണ്ടി നിലനിന്നിരുന്ന നെഹ്റു ഈ പുസ്തകം ബാൻ ചെയ്യുക തന്നെ ചെയ്തു. അത് ആദ്യമായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ രാമ റീടോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു മലയാളിയുടെ പുസ്തകമുണ്ട്, ഒബ്രി മേനോൻ്റെ. രാമായണത്തെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഈ പുസ്തകവും. 1951 സ്വാതന്ത്ര്യം ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിന് ഒരു കൊല്ലത്തിന് ശേഷം അതിനെ നെഹ്റു ബാൻ ചെയ്തു. അതിനും കാരണം ഇതായിരുന്നു, ഈ തീവ്ര മതവികാരങ്ങളെ ഇളക്കി മറിക്കാൻ ഈ പുസ്തകത്തിന് സാധിക്കുമോ എന്നുള്ള പേടിയായിരുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ടല്ല, എല്ലാം പ്രധാനപ്പെട്ടാണ്. നാഴികക്കല്ല് പുസ്തകങ്ങളൊന്ന് ദിനകർ ജോഷിയുടെ മഹാത്മാ വേഴ്സസ് ഗാന്ധി എന്നുള്ള പുസ്തകമാണ്. ഈ തരത്തിലുള്ള കുറേ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് ഗാന്ധിയുടെ കുടുംബജീവിതത്തെക്കുറിച്ച്. ഗാന്ധിയും ഗാന്ധിയുടെ മക്കളുമായിട്ടുള്ള ബന്ധം സുഖകരമായിരുന്നില്ല. അപ്പം ഈ പുസ്തകത്തിൽ ഒരു വാചകം ഞാൻ വായിക്കാം, അതിന് മനസ്സിലാവും ഇതിൻ്റെ കഥാതന്തു എന്താണെന്ന്. ബാപ്പു ഹാസ് ഫെയിൽഡ് ടു കൺവിൻസ് 2 people in his life. One was Jinnah, the other was ഹരിലാൽ. ഹരിലാൽ എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ മകനായിരുന്നു. ഈ മകൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഗാന്ധിയെ വിമർശനാത്മകമായി കാണുന്ന രീതിയിലുള്ളൊരു പുസ്തകമായിരുന്നു ഇത്. ഇതിനുശേഷം ഗാന്ധി മൈ ഫാദർ എന്ന പേരിൽ സിനിമയായിട്ട് വന്നു. അതിശക്തമായിട്ടുള്ള ഗാന്ധി വധത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം, ഒരു മറാഠി പ്ലേ മേ നാഥുറാം ഗോഡ്സെ ബോൾത്തെ. ഇത് പ്രദീപ് ദാൽവി എന്നൊരാൾ എഴുതിയതാണ്. ഇത് നമുക്കെല്ലാം അറിയാം, ഗാന്ധി വധത്തിനുള്ള വിചാരണയ്ക്കിടയിൽ ഗോഡ്സെയുടെ നീണ്ട പ്രസ്താവനകളുണ്ടായിരുന്നു. ഈ പ്രസ്താവനകളെ അവലംബപ്പെടുത്തി എഴുതിയൊരു മറാഠി പ്ലേയാണ്. അത് വളരെയധികം അന്തരീക്ഷം കലുഷിതമാക്കുകയും ഇത് ക്രമസമാധാന നില വഷളാക്കുകയും പല സ്ഥലത്തും നിരോധിക്കപ്പെടുകയും ചെയ്തു. ഗാന്ധിജി ഒരുപക്ഷെ 1980കളിൽ ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ചവച്ചത് അറ്റംബറയുടെ ഗാന്ധി. ഇത് സിനിമയാണ്, പുസ്തകമല്ല. അറ്റംബറയുടെ ഗാന്ധി ഇതിനെക്കുറിച്ച് പരാമർശിക്കാതെ നിർത്തിയില്ല. കാരണം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു പാശ്ചാത്യ ഗാന്ധിയെ അറിയാൻ തുടങ്ങിയത് അറ്റംബറയുടെ ഗാന്ധി കണ്ടതിന് ശേഷം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗാന്ധിയുടെ ഇന്നത്തെ കാലത്തെ പാശ്ചാത്യരുടെ ഇടയിലുള്ള ബിംബനിർമ്മാണത്തിൽ വളരെ പ്രധാനമായ
ഇത് പങ്കുവഹിച്ചിട്ടുള്ളത് ഒരു സിനിമയാണ് ഗാന്ധി. ഇതിൽ അന്നത്തെ കാലം തന്നെ മലയാളത്തിൽ ഇതിന് ശക്തമായൊരു വിമർശനം വന്നിട്ടുണ്ട്. അത് രവീന്ദ്രൻ, ചിന്ത രവി എഴുതിയതാണ്. അതിനൊരു ഗാന്ധി എന്ന ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം. ഗാന്ധി എന്ന സിനിമയ്ക്ക് പ്രമേയപരമായി 2 മുഖങ്ങളുണ്ടെന്ന് കാണുക വിഷമമല്ല. അവയിലൊന്ന് ഗാന്ധിജിയുടെ ജീവചരിത്രത്തെ സംബന്ധിച്ചതാണ്, തർക്കമില്ല. മറ്റതാവട്ടെ ഗാന്ധിജിയുടെ നേതൃത്വ ഗുണങ്ങളെയും മഹാത്മ്യത്തെയും കണ്ടെത്തുകയും അംഗീകരിക്കുകയും വാഴ്ത്തുകയും ചെയ്ത വെള്ളക്കാരുടെ മഹാമനസ്കതയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വെള്ളക്കാരെ ശത്രുക്കളായിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ അവർ മറുപക്ഷത്ത് നിൽക്കുന്നവരാണ്. ഒരു രാജ്യ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളാണ് ഗാന്ധി. പക്ഷേ ഈ വെള്ളക്കാരുടെ സൗമനസ്യത്തെ വീണ്ടും വീണ്ടും വാഴ്ത്തുന്നതിലൂടെയാണ് ഗാന്ധി എന്ന സിനിമയ്ക്ക് ഒരു സർവ്വലൗകിക താല്പര്യം ജനിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് രവീന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത്. വീണ്ടും രവീന്ദ്രൻ പറയുന്നുണ്ട്, അറ്റംബറയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിയുടെ ഒരു മഹാത്മ്യം മീരാബെൻ, ആൻഡ്രൂസ് എന്നിവരെ പോലെയുള്ള ബ്രിട്ടീഷ് ലിബറുകളാൽ കണ്ടെത്തപ്പെട്ടു എന്നുള്ളതാണ്. ഇത് സത്യമാണ്. ചലച്ചിത്രപരമായിട്ട് ഗാന്ധി പതിവ് ഹോളിവുഡ് സിനിമയുടെ നിലവാരം പുലർത്തുന്നു. പക്ഷേ വ്യക്തമായിട്ടൊരു കാര്യം പറയാം, ഇത് ഗാന്ധിജി എന്നുള്ളത് എന്നും പടിഞ്ഞാറൻ നാടുകളിലെ പാഠപുസ്തകങ്ങൾ ഉള്ള ഒരു പേരാണ്. ഒരു ചൂണ്ടിക്കാണിച്ച പോലെ എല്ലാ നഗരങ്ങളിലും ഗാന്ധി സ്ക്വയറും MG റോഡും എല്ലാം ഉണ്ട്. പക്ഷെ ഗാന്ധിജി എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് ആശയപരമായിട്ടുള്ള ഒരു ധാരണ നൽകുന്നതിൽ ഈ ചിത്രമാണ് വിജയിച്ചത്. അതിനുശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും ആ കാലഘട്ടത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഇത് പല നോവലുകളിലും ഗാന്ധിജി വന്നിട്ടുണ്ട്. മുഖ്യപ്രമേയമായിട്ടല്ല ഏറ്റവും അടുത്ത കാലത്ത് ഇറങ്ങിയ അരുന്ധതി റോയുടെ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, ഒരു ഗാന്ധിജിയെ പറ്റി തന്നെ ഒരു നോവൽ വന്നിട്ടുണ്ട്. ജോൺ എ വില്യംസിൻ്റെ ദി ഗ്രേറ്റ് സോൾ എന്ന പേരിൽ, ഷാഡോ ലൈൻസ്, മിഡ് നൈറ്റ് ചിൽഡ്രൻ തുടങ്ങി പല, ഷാഡോ ലൈൻസ് അമിതാഭ് ഘോഷിൻ്റെയാണ്, മിഡ് നൈറ്റ് ചിൽഡ്രൻ സൽമാൻ റുഷ്ദിയുടെ തുടങ്ങിയ പല നോവലുകളിലും ഗാന്ധിജി പ്രമേയമല്ലെങ്കിലും ഗാന്ധിജി അന്തരീക്ഷത്തിൽ ഉണ്ട്. ഇതുപോലെ തന്നെ ഇന്ത്യൻ ഭാഷകളിൽ, ഇപ്പം നമ്മുടെ ഭാഷയിൽ തകഴിയുടെ കയറിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗാന്ധിയുണ്ട്. ബഷീറിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഗാന്ധിജിയെ പറ്റി ബഷീർ ഒരു വലിയ പ്രശസ്തമായിട്ടുള്ള വാക്യമുണ്ട് കുട്ടിക്കാലത്ത്. അത് നമ്മുടെ സ്വാഗത പ്രസംഗികൻ മറന്നുപോയി. ഞാൻ ഗാന്ധിജിയെ തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ബഷീർ വീട്ടിൽ ചെന്ന് കുട്ടിയായ ബഷീർ വീമ്പിളക്കുന്നുണ്ട്. പിന്നെ ഗാന്ധിക്ക് പല രീതിയിലുള്ള പല മാധ്യമങ്ങളിലും, ഇന്ത്യൻ ഭാഷകളിലുണ്ട്, പല മാധ്യമങ്ങളിലും ഗാന്ധിജി കൂടുതൽ പ്രാപ്യമാണ്. ഇപ്പോൾ ചിൽഡ്രൻ ലിറ്ററേച്ചറിൽ ഗാന്ധിജിക്ക് ഒരു വേലിയേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കസൂക്കി എബൈൻ്റെ ഒരു പുസ്തകം, ഗാന്ധി എ മാംഗോ ബയോഗ്രഫി, സചിത്ര രൂപത്തിലുള്ള ഗാന്ധിയുടെ ബയോഗ്രഫി ഒരു ബെസ്റ്റ് സെല്ലറാണ്. ഇതാണ് എഴുത്തുകാരുടെ ഗാന്ധി. അദ്ദേഹം അതുപോലെ തന്നെ തുടരും. മലയാളത്തിൽ അടുത്ത കാലത്ത് ശ്രീ വിനോദ് കൃഷ്ണയുടെ ഒരു ബൃഹത്തായ നോവൽ നയനൻ ബരേറ്റ എന്ന പേരിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത് ഈ നയനൻ ബരേറ്റ എന്ന് പറയുന്നത് ഗാന്ധിയെ വധിക്കാൻ ഉപയോഗിച്ച റിവോൾവറാണ്. അതിന് നീണ്ട ചരിത്രമാണ്. പക്ഷേ ഈ നോവലിൻ്റെ കേന്ദ്ര പ്രമേയം അത് ഗാന്ധി മ്യൂസിയത്തിൽ 1914 വരെ പ്രദർശനത്തിന് വച്ചിരുന്നു. അതിനുശേഷം അത് ഉള്ളിലേക്ക് മാറ്റപ്പെട്ടു. ഗാന്ധിജിയുടെ തോക്കിൻ്റെ
അസാന്നിധ്യം എന്താണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നന്വേഷിക്കുന്ന ഒരു നോവലാണ് ശ്രീ വിനോദ് കൃഷ്ണയുടെ. ഇത് മലയാളത്തിൽ വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ മലയാളത്തിലെ എഴുത്തുകാർ ഗാന്ധിജിയെപ്പറ്റി സംസാരിച്ച് പോരടിക്കുന്ന ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് ഹിന്ദുത്വ ശക്തികൾക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ പ്രശ്നമില്ല. പക്ഷെ ഗാന്ധിജി അവർക്ക് എന്നും ഭയപ്പെടേണ്ട ഒരു രൂപമാണ്. അതുകൊണ്ടാണ് ആ ബെരേറ്റ തോക്ക് അവിടുന്ന് ഉള്ളിലെ അലമാരയിലേക്ക് മാറിയത്. നന്ദി, നമസ്കാരം. അതേപോലെ മോഡേൺ സിവിലൈസേഷനെ മൂപ്പര് വിളിച്ചതൊരു മോൺസ്റ്റർ എന്നാണ്. അപ്പോൾ ഈ വെസ്റ്റേൺ റൈറ്റേഴ്സിൽ ഇത്രയും ഉത്കൃഷ്ടനാവുകയും വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ആ മോഡേണിറ്റിയെ ഇത്രയും എതിർക്കുകയും അതിൻ്റെ എവിടെയെങ്കിലും അതിനെക്കുറിച്ച് ലിറ്ററേച്ചർ ഉണ്ടാവോ, അതിനെ സാധ്യത എന്തെങ്കിലും അതിൽ കൂടുതലാണ്? ഞാൻ പറഞ്ഞു വന്ന അതാണ്, ഈ ഗാന്ധിജി ആകൃഷ്ടരായ എഴുത്തുകാർ ടോൾസ്റ്റോയ്, റസ്കിൻ, പൊറോ, ഇവരെല്ലാവരും ഈ ആധുനിക പുരോഗതി, വ്യവസായവൽക്കരണം, മെറ്റീരിയലിസം ഇവയ്ക്കെല്ലാം എതിരായിരുന്നു, യന്ത്രവൽക്കരണത്തിനെതിരായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഗാന്ധിജി ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലെത്തി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സാരാംശം.